ഡേ 16ലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കിടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്വിസ്റ്റിംഗ് പോസ് ആണ് പരിചയപ്പെടുന്നത്. ആസനയുടെ പേര് ജഠര പരിവർത്തനാസന അല്ലെങ്കിൽ മർക്കടാസന എന്നെല്ലാം പറയാം. ഒരു ട്വിസ്റ്റിംഗ് ആസനയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സുപ്പൈൻ പോസിലേക്ക് വരിക, കിടക്കുന്ന പൊസിഷനിലോട്ട് വരിക. ശേഷം രണ്ട് കാലുകളും മുട്ടുമടക്കി കാൽപാദങ്ങള് ചേർത്ത് വെക്കുക. കൈകൾ രണ്ടും ഷോൾഡർ ലെവലില്, കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ചു വെക്കാവുന്നതാണ്. സെന്ററിൽ നിന്ന് ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് തല വലതുവശത്തോട്ട് തിരിച്ചു കൊടുക്കാം. കാൽ രണ്ടും ഇടതുവശത്തോട്ട് തിരിച്ചു കൊടുക്കുക. കാൽപാദത്തിന് മുകളിൽ മറ്റൊരു കാൽപാദം, ഒരു കാൽമുട്ടിന് മീതെ മറ്റൊരു കാൽമുട്ട് വരുന്ന രീതിയിൽ വേണം ട്വിസ്റ്റ് ചെയ്യാൻ. സാധാരണ ശ്വസനത്തില് നോർമൽ ബ്രീത്തിങ്ങില് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 5 മുതൽ 10 ബ്രത്ത് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് അതേപോലെ എതിർവശത്തോട്ട്, തല എതിർവശത്തോട്ടാണോ തിരിക്കുന്നത് അതിന്റെ എതിർവശത്തോട്ട് കാലുകൾ തിരിച്ചു കൊടുക്കുക. ഒരു കാൽപാദത്തിന് മുകളിൽ വേണം മറ്റൊരു കാൽപാദം വരാൻ. ലോവർ ബാക്കിൽ കിട്ടുന്ന ആ ഒരു ട്വിസ്റ്റിംഗ് അറിയുക, ഒരു സ്ട്രെച്ചിങ് അറിയുക. സാധാരണ ശ്വസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ 2 തോളും താഴെ പതിഞ്ഞിരിക്കണം. കാല് വലതുവശത്തോട്ടാണ് നിങ്ങൾ തിരിക്കുന്നതെങ്കിൽ ഇടത് തോള് ഉയർന്നു പോവാതെ താഴോട്ട് പതിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ച് ആ ട്വിസ്റ്റിംഗ് അറിഞ്ഞ് സാധാരണ ശ്വസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു, വിട്ടുകൊണ്ട് 2 കാലുകളും മുന്നോട്ട് നീട്ടി ശവാസനയിൽ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് റിലാക്സേഷൻ എടുത്തതിന് ശേഷം തിരിച്ചു വരാവുന്നതാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് സിമ്പിൾ സ്പൈനൽ ട്വിസ്റ്റ് ആണ്. ജഠര പരിവർത്തനാസന, മർക്കടാസന എന്നെല്ലാം അറിയപ്പെടുന്നതാണ്. നമ്മുടെ ബാക്ക് മസിലിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഒത്തിരി നേരം ഇരുന്നുകൊണ്ട് ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്വിസ്റ്റിംഗ് ആസന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. ഒത്തിരി വേരിയേഷൻസ് ഉള്ള ഒരു ആസനയാണ്. അതിലൊരു വേരിയേഷനാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്തേ.